ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല അടി കൂടുമായിരുന്നു കേട്ടോ. വീട്ടിൽ കിടന്ന് അടി ഉണ്ടാക്കിയിട്ട് ഇതിനിടയിൽ ഞങ്ങളുടെ അമ്മ കയറി വരും പിടിച്ച് നല്ല പൊട്ടിക്ക് തരാൻ വേണ്ടിയിട്ട്. അടി അങ്ങ് കലശലായിട്ട് കൂടി കഴിയുന്നുണ്ടേ. അപ്പം എന്തെങ്കിലുമൊക്കെ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും. അപ്പം കൈ കിട്ടുന്ന സാധനം കൊണ്ട് ചിലപ്പം തവിയായിരിക്കും, ചിലപ്പം അടുപ്പിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിറകുള്ളിയായിരിക്കും, അതൊക്കെ എടുത്തുകൊണ്ട് വരും. അപ്പം അത് ഞങ്ങൾക്കറിയാം. അപ്പോൾ അടി കൂടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ മാക്സിമം ആ വീട്ടിനകത്ത് തന്നെ പിടിച്ചു നിർത്താനൊരു ശ്രമം നടത്തും. കാരണം അടി വാങ്ങിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നാലും അതിനിടയിൽ നിന്ന് വെട്ടിച്ച് ഓടും. സിറ്റൗട്ട് വഴി ഇറങ്ങി വീടിൻ്റെ മുകളിലോട്ട് സ്ഥലമുണ്ട്, അങ്ങോട്ട് ഓടും. 5-6 ഇടി ചാടി ഓടിപ്പോകും. ഞങ്ങളുടെ അമ്മ കയ്യിലിരിക്കുന്ന സാധനം കൊണ്ട് ഒരു ഇടി വരെയൊക്കെ കയറി വരും. അത് കഴിഞ്ഞ് പിന്നെ വരത്തില്ല. പിന്നെ ഈ സാധനം എടുത്ത് എറിയും. ചിലപ്പോൾ അവിടെ കിടക്കുന്ന കല്ലൊക്കെ പുറകെ എറിയും. നമ്മുടെ മേത്ത് കൊള്ളത്തൊന്നുമില്ല, നമ്മൾ അത്രയും ദൂരത്തിൽ മുകളിൽ നിൽക്കുകയാണ്, അത്രയും മുകളിലോട്ടൊന്നും എറിയാൻ പറ്റത്തില്ല. അങ്ങനെ അവിടെ നിൽക്കും. ഇതൊക്കെ കണ്ടിട്ട് അവിടെ ഇങ്ങനെ നിന്നേച്ച് ഞങ്ങളുടെ അമ്മ ഇറങ്ങി അങ്ങ് വീട്ടിൽ പോകും. അപ്പം താഴെ പിന്നെ കിച്ചണിലെ പരിപാടി, പുറത്ത് പോകുന്നു, താഴോട്ട് വെളിയിലോട്ട് വരുന്നു. അങ്ങനെ അവിടെ പരിപാടികൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേന് അന്തരീക്ഷം ഒന്ന് തണുത്തെന്നറിയാം. കുറേ കഴിയുമ്പോൾ പതിയെ ഇറങ്ങി വരും. പിന്നെ അടിയൊന്നും കിട്ടത്തില്ല. അതങ്ങനെ കഴിഞ്ഞു. അങ്ങനെ കൈ കിട്ടുന്നൊക്കെ എടുത്ത് വെച്ച് നല്ല വീട് കിട്ടുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും കുറവ് അടി കിട്ടിയിട്ടുള്ളത് എനിക്കാണ്. എന്നാലും കിട്ടുമായിരുന്നു. അങ്ങനെ അടി കിട്ടിയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.